കർക്കിടകൂറിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യത്തിൻ്റെ നക്ഷത്രങ്ങൾ ചേരുന്നതായ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ, ഈ ഒരു മേടമാസം 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അനുകൂലത്തെ തന്നെയാണ് പറയേണ്ടത്. വാരാന്ത്യത്തോടുകൂടി അനവധി ശുഭകാര്യങ്ങളും ജീവിതത്തിൽ പല പല അത്ഭുത കാര്യങ്ങളും ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ സംഭവിക്കാനുള്ള കാര്യം കാണേണ്ട ഈ ഒരു വാരത്തിൽ. ഒപ്പം ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതിനും സ്വർണ്ണ സംബന്ധപ്പെട്ടിട്ടുള്ള സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഒക്കെ ഒരു കാലഘട്ടമാണ്. പൂർവികമായിട്ടുള്ള അനവധി സ്വത്തുവകകളും മറ്റും കിട്ടുന്നതിനൊരു കാലമാണ്. ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നല്ല, പക്ഷേ ഒരു പരിധിപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ആക്സസ് തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഒരു വാര ആരംഭത്തിൽ തന്നെ വളരെയധികം സാമ്പത്തിക ക്ലേശങ്ങളോടുകൂടി തുടങ്ങുമെങ്കിലും ഈ ഒരു വാരമധ്യത്തോടുകൂടി സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഈ കർക്കിടകൂറുകാർക്ക് വിട്ടുമാറുന്നതായിട്ട് നമുക്ക് തോന്നാം. എങ്കിൽ സഹോദര സൗഹൃദ വിഷയങ്ങൾ, സൗഹൃദ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും നീരസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ കർക്കിടകൂറുകാർ. പ്രത്യേകിച്ചും സൗഹൃദങ്ങളിലൊക്കെ അപവാദങ്ങളും അതോടൊപ്പം തന്നെ മാനസികമായ ക്ലേശങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കുക. അതോടൊപ്പം വാഹനാദി വിഷയങ്ങളിലൊക്കെ വാഹനം ഓടിക്കുന്നവരുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാതെ വളരെയധികം കരുതലോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. മുഖ്യമായി ഈ ശനിയുടെ ഒരു ചാരവശാല ദോഷം നടക്കുന്നത് കൊണ്ട് തന്നെ അശ്രദ്ധ മൂലം വന്നു ചേരുന്ന അപകടങ്ങളാണ് ഒന്ന് ഈ ഒരു വാരത്തിൽ. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു 20 വയസ്സിന് താഴോട്ടുള്ള ചെറിയ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം കരുതൽ എടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് മാതാപിതാക്കൾ. എങ്കിൽ മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവർ ആരോഗ്യകാര്യം വളരെയധികം ഉദര സംബന്ധമായിട്ടുള്ള പീഡകൾ അത്യധികം വലക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. ചന്ദ്രൻ്റെ സഞ്ചാരം അത്തരത്തിൽ നമുക്ക് ഇതിനെ കാട്ടിത്തരികയാണ്. അതുകൊണ്ട് കർക്കിടകൂറിൽപ്പെട്ടിട്ടുള്ളവർ ഉദര സംബന്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ പോലും ഒരു ശ്രദ്ധ പൂർണ്ണമായി കൊടുക്കണം. അങ്ങനെയാണ് ഈ കർക്കിടകൂറുകാർ ഭക്ഷണത്തിൽ അങ്ങനെ അബദ്ധങ്ങളും അശ്രദ്ധകളും വന്നു ചേരുന്ന ആൾക്കാരാണ്. അതൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് മാറാൻ വേണ്ടി സാധിക്കണം. പഠിക്കുന്നവരെ സംബന്ധിച്ചു, കുഞ്ഞുമക്കളെ സംബന്ധിച്ചു മുതൽ കുട്ടികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. ഈ 3 നക്ഷത്രത്തിൽ പെട്ടുള്ളവർക്കും വിദ്യാലയവും വിദ്യാലയത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തകളൊക്കെ കൂടി വരുന്നതും അതോടൊപ്പം ഹയർ സ്റ്റഡീസ് പോലുള്ളതിനൊക്കെ ഉപരിപഠനത്തിനൊക്കെ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതൊക്കെ പഠിക്കാനുള്ള ഒരു ആഗ്രഹം വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വരുന്നവരിൽ തന്നെ പല ആൾക്കാരും പറയാം, തിരുമേനി ഇപ്പോൾ തീരെ പഠിക്കാൻ അവൾക്ക് താല്പര്യമില്ല. ഈ താല്പര്യം വലിയ മുഖ്യമാണ് അല്ലേ. ഇതിപ്പോൾ പല ആൾക്കാർ വന്നാൽ പറയും താല്പര്യത്തോടു കൂടി ചേർന്ന് ഒരു 3 മാസം കഴിയുമ്പോഴേക്ക് താല്പര്യം പോവുകയാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു സമയത്ത് നമുക്കില്ലേ വേണ്ടതുപോലെ വേണ്ട സമയത്ത് വേണ്ടത് തോന്നണം. അതിനാണ് ഈ യോഗങ്ങൾ എന്ന് പറയാറുള്ളത്. അപ്പോൾ അനവധി തോന്നിയിട്ട് കാര്യമില്ല. യോഗാർത്ഥാനം ഇഹതു ബഹുദ, അതിൽ നമുക്ക് വേണ്ടതിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലുള്ള ഒരു കാലമായിട്ട് മനസ്സിലാക്കാം. ജോലിയിൽ കർമ്മമേഖലയിൽ പെട്ടിട്ടുള്ളവർക്ക് അത്യധികം കഠിനാധ്വാനം വേണ്ടിവരും. ധാരാളം പരിശ്രമങ്ങളോടുകൂടി ധാരാളം സമ്പത്ത് വന്നു ചേരുന്നതായിട്ടും നിത്യ ജോലി ചെയ്യുന്ന ആൾക്കാർ, നിത്യവേതനത്തിന് ജോലി ചെയ്യുന്നവരിലൊക്കെ സമ്പത്തും ഐശ്വര്യവും അവർ സ്ഥിരീകരിക്കും. വീടിനുള്ള സ്ഥലം എടുക്കുക, അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ ആരംഭിച്ചു വെക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ജീവിതത്തിലെ അഭിലാഷങ്ങളൊക്കെ അവർ തുടങ്ങി വെക്കുന്ന ഒരു കാലഘട്ടം ഈ ഒരു ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കർക്കിടകൂറുകാർ ശനിക്ഷേത്രത്തിൽ മുഖ്യമായി നീരാഞ്ജനം കഴിക്കുക, ശനിക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ ധർമ്മദൈവസ്ഥാനത്ത് വിളക്ക് കത്തിക്കുന്നതും തറവാട് ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്നതും പിതൃകർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അതിനൊക്കെയുള്ള ഒരു യോഗം ഉണ്ട്. അതൊക്കെ നിങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കണം. ഇതൊക്കെ നമുക്ക് കാലം അനുകൂലമാകുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ തോന്നുക. അല്ലാതെ ഇപ്പം നമ്മൾ പറഞ്ഞതുകൊണ്ടാണോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? എത്രയോ ആൾക്കാർ പറയാറുണ്ട് തിരുമേനി പറഞ്ഞതുപോലെ പിന്നെയാണ് വീഡിയോ കണ്ടത്. അപ്പോൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും മൂകാംബിയിലായിരുന്നു ആ സമയത്ത് പറയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു നല്ലൊരു പ്രചോദനമാണ്. കാര്യം നോക്കൂ, ഈ ഗ്രഹേശ്വരന്മാർ എത്രയധികം നമ്മോടൊപ്പം സഞ്ചരിക്കണു എന്നല്ല, നമ്മൾ എത്രയധികം അവരോടൊപ്പം അറിയാതെ സഞ്ചരിക്കണു. ഇതാണ് ഇതിൻ്റെ ഒരു അത്ഭുതം. അപ്പോൾ ശനിക്ഷേത്രത്തിൽ നിരാഞ്ജനം ചെയ്യുക, ശനിയുടെ ദേശകാലങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക, അതോടൊപ്പം തന്നെ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുമ്പം യഥാശക്തി ആ ക്ഷേത്രത്തെ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥനകളെ അർപ്പിക്കാൻ വേണ്ടി സാധിക്കുക. ഒപ്പം
ദേഹരക്ഷ പോലുള്ളത്, സുദർശന യന്ത്രം പോലുള്ളതോ ശനി കവചം പോലുള്ള യന്ത്രങ്ങളോ ധരിക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഉയർച്ച കൂടുന്നതിന് നല്ലതാണ്. ഈ ഒരു വാരത്തിൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈശ്വരാധീനത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.